ഇതൊക്കെ ലോക്ക്ഡാട്ടോ. നമുക്ക് ഈ ഭാഗത്തൊക്കെ വരാമെന്ന് മാത്രമേ ഉള്ളൂ. അകത്തൊന്നും കയറാൻ പറ്റും തോന്നുന്നില്ല. ഒരു അതാന്നറിയത്തില്ല എൻ്റെ ഗായ്സ്. പണി പാളി ഗായ്സ്. ആരാന്നറിയത്തില്ല. മുതല കൊള്ളാല്ലേ? ഹായ് ഹലോ, ഞാൻ ശരത്. എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കുട്ടിക്കാനത്താണുള്ളത്. മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്, കൊളീഗ്സാണ് അവർ. അവരുടെ കൂടെ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങളിങ്ങനെ പോകുന്നതാണ്. അപ്പം അവർ പരിചയപ്പെടാം. ഇത് എബിൻ. ഹായ്, ഐ ആം എബിൻ. എബിനാണ്. എബിൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൊളീഗാണ് എബിൻ. ഇത് പിന്നെ ഉണ്ട് അരുണുണ്ട്. ഇത് അരുൺ പി സാലു. യെസ്. അപ്പം ഞങ്ങളിത് ഒന്ന് പ്ലാൻ ചെയ്തൊന്നുമല്ല, ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ. അപ്പം ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ശരിക്കും ഒരു അടിപൊളി ലൊക്കേഷൻ കണ്ടു. ഇത് മുഴുവൻ തേയിലക്കാടാണ് കേട്ടോ. തേയിലക്കാട് വഴി നമ്മളിങ്ങനെ വരുമ്പോൾ ഭയങ്കര രസമുള്ള കുറേ കാഴ്ചകളുണ്ട്. ഇതുകൊണ്ടോ മൊത്തം കോടയാണ്. ശരി, മൊത്തം കോടയാണ്. ഭയങ്കര രസം. അപ്പം ഞങ്ങൾ ഈ തേയിലക്കാട് വഴി ഒന്ന് ഇറങ്ങി പോകാമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ്. ആരെങ്കിലും വന്ന് ഓടിച്ചു വിടുമെന്ന് അറിയത്തില്ല. നമ്മളിത് അങ്ങ് പോവാം. ഇതിലെ ഇങ്ങനെ ഒന്നും കഴിയുമ്പോൾ ആരും കാണുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു മൂഡിലങ്ങ് പോവാം. അതായത് 130 കിലോ ഉള്ള ഒരാളെ നമ്മൾ മരത്തിന്റെ മുകളിൽ കയറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. 130 kilograms തൂക്കമുള്ള എബിൻ മാത്തുവിനെ നമ്മള് മരത്തിന്റെ മുകളിൽ, അതെ മരം ഒടിഞ്ഞു പോകാതിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. പുള്ളിക്ക് മരം കണ്ടപ്പം അതിന്റെ മേളിൽ കയറണം എന്നൊരാഗ്രഹം. ഹായ് ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതായത് കുട്ടിക്കാനത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാറി, അതായത് കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറി ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേനും ഒരു കൊട്ടാരമുണ്ട്. അതാണ് അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫേമസ് ആയ ഇന്ദ്രിയമൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടാലോ? പൊളിയായിരിക്കും അല്ലേ? എന്നാൽ പോവാം. അതായത് ഈ കാണുന്നതാണ് അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത്. ഇന്ദ്രിയം സിനിമ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ്. ഇന്ദ്രിയം മാത്രമല്ല, വേറെ 2-3 സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ തിരക്കിയും ചോദിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ.
പക്ഷെ ഇതൊക്കെ ലോക്ക്ഡാട്ടോ. നമുക്ക് ഈ ഭാഗത്തൊക്കെ വരാമെന്ന് മാത്രമേ ഉള്ളൂ. അകത്തൊന്നും കയറാൻ പറ്റും തോന്നുന്നില്ല. ഒരു ആരാന്നറിയത്തില്ല എൻ്റെ ഗായ്സ്. അയ്യോ അയ്യോ പണി പാളി ഗായ്സ്. ആരാന്നറിയത്തില്ല. എബിന് വരണം കൂടെ ആദ്യം പോയിട്ടുണ്ട്. നമുക്ക് എന്താവും അറിയാം. കോട്ടയം 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 നാടോ കോട്ടയം ടോ എന്നടാ മറിക്ക് ചുമ്മാ വീഡിയോ ശരിക്കും ഇവിടെ നിന്നപ്പോഴാണ് നമ്മൾ മുമ്പേ ആ ഒച്ച കേട്ടോ കേട്ടോ. ശരിക്കൊരു ഹൊറർ മൂഡ് നമുക്ക് ഫീൽ ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അസംബ്ലി ഹാളാ ഇത്? അസംബ്ലി ഹാളാ? അപ്പടിയാ? എന്തോ ഇല്ലില്ല എടുക്കുന്നില്ല. അസംബ്ലി ഹാളാണത്. ക്യാമറ അതിലോട്ടല്ലേ അല്ലേ? അമ്മ മഹാരാജന്റെ വേനൽക്കാലം വർഷത്തുള്ള 4 മാസം താമസം പറഞ്ഞു. ഇതെന്നാ റൂമാ? ഇതോ സർവർക്ക് തോലിമാവ് ശരിക്കും ഇത് ഇവിടെയാണ് ഇന്ദ്രിയൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് ഇങ്ങയല്ലേ? ഇല്ലല്ലേ എടുക്കുന്നത് ഏതാ കോഴിയോ? എന്നാ മനുഷ്യൻ്റെ പൊടി കൊടുക്കുന്നു അല്ലേ? അതിനാ അപ്പം ഷൂട്ടിംഗ് ആണോ? ഏത് പടാ? കന്നഡയോ? ഇതെന്നാ റൂമാ? അമ്മ മഹാറാണി തോലിമാറി ടൈം പാസ്. ആ ടൈം പാസ് ടൈം പാസ് ടൈം പാസ്സാ? മഹാറാണി ടൈം പാസ്. ഓ ഇതാണ് അമ്മ മഹാറാണി ടൈം പാസ്. കടല നോക്കാൻ പറ്റും. വേറെ റൂമാ? വേറെ റൂമാ? ഇവിടെ അതോടല്ല
ഇത് റൂമല്ലേ? ഇതെന്നാ ഇത് ഫിലിമിലുണ്ടോ അത്? ആ ആട്ടുകല്ലേ? ആട്ടുകല്ല് ആട്ടുകല്ലോ. കിച്ചണാണോ? കിച്ചണാണോ? അവിടെ ഒന്നുമില്ല, അവിടെ ഉടമ്പല്ലേ? കിച്ചണോ? പൊളിഞ്ഞു കിടക്കും കേട്ടോ. മുരുകനാ? ഒരു ഹൊറർ മൂടാ കേട്ടോ മൊത്തത്തിൽ. ഇതെന്നാ ആയുധം? ആയുധം ഓപ്പൺ പണ്ട് മുടിക്കുമാ? മണർകാട് പോകാൻ പറ്റില്ല, അത് വരാൻ ഇനിയും പോയി. ഒന്നെ ഞാൻ കൊണ്ടുപോയി കാണിക്കാനെ കാണാൻ തലവിരിയാണ്. പിന്നെ ഏതൊക്കെ നിങ്ങള് പൈസ കേക്കരുത്? ഒന്നുമേ കാണാനില്ലേ, പിന്നെ എതൊക്കെ നിങ്ങള് എനക്ക് വേണ്ടി ഞാൻ ചോദിച്ചത് കാശ് കൊടുക്കണം ഇല്ലെന്നെ പോയിക്കണം. അത് മുതലേ சொல்லணும் இல்லையா? ചോദിക്കുമ്പോ പറഞ്ഞതേ അത് മുതലേ சொல்லணும் இல்லையா? എന്നാ சொல்லணும் ഓട്ടെ ഓട്ടെ എന്നാ சொல்லணும் എത് എന്നാ ഗായ്സ് നമ്മളോട് ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതുപോലെ പൈസ കൊടുത്തു, നമ്മുടെ ഒരു സന്തോഷം അവരുടെ ഒരു സന്തോഷം. ഓക്കെ. ഹലോ, ഇതൊക്കെയാണ് കുട്ടിക്കാനത്തെ അതിമനോഹരമായ കാഴ്ചകൾ. അതായത് നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലൊരു എക്സ്ക്ലൂസീവ് സാധനം ഉണ്ടായിരുന്നു. ഒക്കെ നിങ്ങൾ ആ റൂട്ട് വരുന്നുണ്ടെങ്കിൽ അമ്മച്ചി കൊട്ടാരം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. നമുക്കൊരു ഹൊറർ ഫീൽ തരുന്ന ഒരു അടിപൊളി സ്ഥലമാണത്. നിങ്ങൾ എന്തായാലും പോവുക, മിസ് ചെയ്യരുത് കേട്ടോ. അതായത് ആ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സ്ഥലം മിസ് ചെയ്യരുത്. നമുക്ക് വളരെ നല്ലൊരു ഫീൽ തരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ശരത് സൈനിങ് ഓഫ്. അരുൺ, എബിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.